രാജ്യം ഉറ്റുനോക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ജനവിധി എന്താകുമെന്ന്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് ബീഹാറിൽ ചെല്ലുകയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിക്കുകയും മഹാഗഡ്ബന്ധനു വേണ്ടി നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്ത മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ മാധവൻകുട്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം, ബീഹാറിൽ ചെന്നുണ്ടായിരുന്ന അനുഭവങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുകയാണ് നമ്മളുമായി ഏറ്റവും എക്സ്ക്ലൂസീവായ ആ ഇന്റർവ്യൂവിലേക്ക്. ഈ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ മോദി ഭരണത്തിന് ശേഷം കൃത്യമായ ഒരു കൂച്ചുവിലങ്ങ് മാധ്യമങ്ങൾക്ക് മുകളിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പം എതിരായി സംസാരിച്ചു കഴിഞ്ഞാൽ ജയിലറയിലേക്ക് പോയിക്കോളാം എന്നുള്ളൊരു ഭയം വരുത്താനുള്ള ഒരു ശ്രമം, അത് മറ്റു ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സാറിന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും അത് കേരളത്തിൽ അതുമില്ല. അത് സംഭവിക്കാത്തത് കൊണ്ടുള്ള അലസതയാണ്. കേരളത്തില്, ഇന്ത്യയിൽ കേന്ദ്രത്തിൽ, ഡൽഹിയിൽ ഉദാഹരണത്തിന് ഞാൻ പണിയെടുത്ത സ്ഥലമാണ്. എന്റെ കൂട്ടുകാർ അടക്കം നിരവധി കേസുകളും അറസ്റ്റും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ നിരവധി പേരുകൾ എനിക്ക് പറയാൻ കഴിയും. നിരവധി ലിബറൽ ഇടതുപക്ഷ മാധ്യമങ്ങളായിട്ടുള്ള വയർ, സ്ക്രോൾ, സിറ്റിസൺ, എത്ര വേണമെങ്കിലും പറയാം നമുക്ക്, ന്യൂസ് മിനിറ്റ്. ഇങ്ങനെ ഡിജിറ്റൽ ലോകത്ത് ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എടുക്കുന്ന ന്യൂസ് ക്ലിക്കിന് വളരെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അത്തരത്തില് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ശക്തമായ ആന്റി ഫാസിസ്റ്റ് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന മാധ്യമ പ്രവർത്തനത്തെ അസാധ്യമാക്കുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം, ഭീതിയുടെയും അറസ്റ്റിന്റെയും ഒക്കെ അന്തരീക്ഷം. മുസ്ലിങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് RSSന്റെ അവരുടെ അടിസ്ഥാന ശത്രുക്കളെന്ന് ഗോൾവക്കർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പുതിയ ഗണം കൂടി വന്നിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ഇംഗ്ലീഷിലൂടെ ആശയപ്രചരണം നടത്തുന്ന, അതിന് RSS വിളിക്കുന്നത് മെക്കോളയുടെ പുത്രന്മാർ. മെക്കോളെ സാഹിത്യം പഠിപ്പിച്ച, ഇംഗ്ലീഷിൽ ലോക കാര്യങ്ങൾ അറിയുന്നു, ഇന്ത്യയെ തുലനം ചെയ്യുന്നു, ഗ്രാമപ്രദേശത്തെ ഹിന്ദി മാത്രം അറിയുന്ന ഒരാൾക്കുള്ളതിനേക്കാൾ രാഷ്ട്രീയമായ ജാഗ്രത കാണിക്കുന്ന ഒരു വിഭാഗം നെഹ്റുവിന്റെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ EMSന്റെ കേരളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതിനെ തടയുക എന്നുള്ളതും RSSന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സെക്കുലർ ഇടതുപക്ഷ മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന മാധ്യമങ്ങൾക്ക് വളരെ കഷ്ടകാലമാണ്. അത് കേരളത്തിൽ ഇല്ല. കേരളത്തിൽ സുഖകരമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് CPMന് വിമർശനം വളരെ എളുപ്പമാണ്. പിണറായി വിമർശനത്തോടുകൂടി അതിന്റെ ദൗത്യം, ജനാധിപത്യ ദൗത്യം മനോരമയും മാതൃഭൂമിയും മറ്റും പൂർത്തിയാക്കുന്നു. CPM ആണെങ്കിൽ കോൺഗ്രസ് വിമർശനത്തിൽ കൂടെ കോൺഗ്രസിനെ തൊലിയുരിച്ച് കാണിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം നിലനിർത്തുന്ന വിധത്തിൽ അതിന്റെ രാഷ്ട്രീയവും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കേരളത്തിൽ അങ്ങനെ മാധ്യമങ്ങൾക്ക് ഫാസിസ്റ്റ് ഭീകരതയുടെ ഒരു പ്രശ്നമില്ല. അതാണ് പ്രശ്നം. അതെ, കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഫാസിസം വന്ന് തൊടാത്ത ഒരു ഇരുമ്പ് കൂടാരമാണോ എന്നുള്ളൊരു വിശ്വാസം കേരളത്തിനുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ ഒരു വളർച്ച കേരളത്തിൽ കൃത്യമായി വരുന്നുണ്ട്. അതിന് നമ്മുടെ ഇടത് വലത് പക്ഷങ്ങൾ ആരാണ് കൂടുതൽ വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുത്തതെന്നാണ് സാർ തോന്നുന്നത്? കൂടുതൽ വളക്കൂർ എന്ന് പറയുന്നതും ഇപ്പൊ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെ ഒരു തൂക്കം നോക്കി ആരാണ് ഉത്തരവാദി എന്ന് പറയുന്നതില് കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1980-കൾ മുതലെങ്കിലും സാംസ്കാരികമായിട്ടുള്ള RSSന്റെ കടന്നാക്രമണത്തെ തടിക്കുന്നതിൽ എല്ലാ ജനാധിപത്യ കക്ഷികളും, മതനിരപേക്ഷ കക്ഷികളും, ന്യൂനപക്ഷ സംരക്ഷണ കക്ഷികളും പരാജയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി ജയിക്കുന്നതും RSSന് BJPക്ക് കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ കിട്ടാം, മുനിസിപ്പാലിറ്റികൾ പിടിക്കാം എന്നുള്ളൊരവസ്ഥ എത്തിയത് നമ്മുടെ കൺമുമ്പിൽ നടന്നത്. അല്ല, ആരാണ് കുറ്റവാളി എന്ന് ചോദിച്ചാൽ ഞാൻ ഉൾപ്പെട്ട ഇടതുപക്ഷമാണ്. കാരണം അതിന് 83 ആ കാലഘട്ടത്തിൽ പോലും നിരവധി സ്വതന്ത്ര മാർക്സിസ്റ്റ് ചിന്തകർ, TK രാമചന്ദ്രൻ, NS മാധവൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് NS മാധവൻ, ഞങ്ങൾ എല്ലാവർക്കും ഇതിന്റെ വിപത്തിന്റെ സ്വഭാവം അറിഞ്ഞിരുന്നു. അത് അപ്പൊ മാർക്സിസ്റ്റ് ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ അറിഞ്ഞിരുന്നു. പക്ഷെ അതിനെ സംഘടനാ മാർക്സിസം, മനസ്സിലായി, ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് മാർക്സിസം അതിന്റെ നേതൃത്വത്തിന് ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാതിരുന്നതാവാം. കാരണം ഹിന്ദു വോട്ടുകൾ ലഭിക്കുക എന്നുള്ളൊരു പ്രധാനമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം. പിന്നീട് ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫാസിസത്തെ കുറിച്ച്
പരസ്യമായി ചർച്ച ചെയ്യുകയും അവരെ ഒറ്റപ്പെടുത്തണം എന്നുള്ള രാഷ്ട്രീയ ദൗത്യം മറക്കുകയും ചെയ്തൊരു ഇടതുപക്ഷം. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ദുഃഖകരമാണല്ലോ. നമ്മൾ നിൽക്കുന്ന മൂല്യങ്ങൾ പേറേണ്ടവർ മാറുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം ഒരു പക്ഷേ കോൺഗ്രസോ മറ്റ് രാഷ്ട്രീയ കക്ഷികളോ ചെയ്യുന്നതിൽ ഉണ്ടാവില്ല. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരിക്കാം. ഒരു കോൺഗ്രസ്സുകാരന്റെ ദേശീയ പാരമ്പര്യത്തിലുള്ള ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കോൺഗ്രസിന് ശേഷം മന്നത്തു പത്മനാഭനും ഒക്കെയുള്ള വിമോചന സമരം നയിച്ച് CPM കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമുള്ള ഒരു കോൺഗ്രസ്, അതും കേരളത്തിന്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയും ഇപ്പൊ ബീഹാർ ഇവിടെ ആവർത്തിക്കാത്ത എന്താണ്? ഒരു പക്ഷേ CPM-ഉം കോൺഗ്രസും യോജിക്കാതിരിക്കലാണ് BJP-യെ തടയാനുള്ള ഒരു മാർഗം. കാരണം CPM-ഉം കോൺഗ്രസും യോജിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മറു ധ്രുവത്തിൽ BJP വരാൻ സാധ്യതയുണ്ട്. അതല്ല വേണ്ടത്. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് പരസ്പരം ചെളിയെറിയുകയും RSS BJP-ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും പാടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരസ്പരം എന്ത് പറയരുത് കേരളത്തിൽ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും CPM-ന് കോൺഗ്രസിന് വിമർശിക്കേണ്ടതുണ്ട്. കാരണം അവർ പ്രതിപക്ഷമാണ്, അവരുടെ ചരിത്രമുണ്ട്. അതുപോലെ CPM-ന് കോൺഗ്രസിന് വിമർശിക്കേണ്ടതുണ്ട്, അതിന്റെ ചരിത്രവും ന്യായങ്ങളുമുണ്ട്. പക്ഷേ BJP ഇങ്ങനെ കടന്നു വരാൻ അത് തിരിച്ചുള്ള സകല തന്ത്രങ്ങളും ഗവർണറിൽ കൂടി നിയമങ്ങളിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം ശത്രുവിനെ സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെളിവാരി എറിയരുത് എന്നാണ് എൻ്റെ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഒരു ഇടതുപക്ഷ ഭാവി എന്നുള്ള നിലയ്ക്കും ഒരു മതനിരപേക്ഷ ജനാധിപത്യവാദി രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ വിലമതിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരൻ എന്നുള്ള നിലയ്ക്കും എൻ്റെ ആഗ്രഹം. അതെ, ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ ഈ ഇലക്ഷനിൽ അല്ലെങ്കിൽ ഈ മോദി ഒരു യുഗം അവസാനിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഒന്നാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ 64.4% പോൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ബീഹാറിൽ പ്രചരണം നടത്തുമ്പോൾ പോലും അത് എത്രമാത്രം ഇത്രമാത്രം ഒരു ഉയർച്ച ഇതിനുണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞിരുന്നില്ല, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇപ്പൊ തിരിച്ചു വന്ന് ഇവിടെ നിന്ന് ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 2 തരത്തിൽ കാണാം. ഒന്ന്, ഈ ഗവൺമെന്റിനെ JDU ഗവൺമെന്റിനോടുള്ള ആഴത്തിലുള്ള നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള വമ്പിച്ച ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. അതുകൊണ്ട് ആളുകൾ ധാരാളമായി വോട്ട് ചെയ്യാം. 2, നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാം നമ്മുടെ ഭക്ഷണം നോക്കുമ്പോൾ സുഖകരമാണെന്ന് വിചാരിക്കരുത്. കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് നമ്മുടെ പാസ്വാൻ, അതിന്റെ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള രാംവിലാസ് പാസ്വാന്റെ പിന്തുണയുള്ള പാസ്വാൻ ദലിത് വിഭാഗം BJP JDU-വിന്റെ കൂടെയാണ്. അപ്പൊ ദലിത്തിലെ ഒരു വലിയ വിഭാഗം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൂടെ, പിന്നെ RSS-ന്റെയും BJP-യുടെയും കൂടെയാണ്. 2, സമർത്ഥമായി JDU അതിൻ്റെ പണവും അതിൻ്റെ സ്വാധീനവും BJP-യുമായി ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ നെറ്റ്വർക്കിലൂടെ, ജീവിക എന്നൊക്കെ പറയുന്ന നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള ഇതിലൂടെ ധാരാളം പണവും മറ്റും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ വോട്ട്, അപ്പം ഇതിന് മുൻപ് തന്നെ ചാരായ നിരോധനത്തിൽ കൂടി സ്ത്രീകളെ തങ്ങളോട് അടുപ്പിക്കാനായിട്ട് JDU ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിൽ, ദളിതരത്തിലെ ഒരു വിഭാഗവും ഒരു പക്ഷേ സ്ത്രീകളെ സ്വാധീനിക്കുന്ന ഒരു സാമൂഹ്യക്ഷേമ പരിപാടികളുമായിട്ട് ഇപ്പുറത്തേക്ക് വലിയ എന്താ പറയണ്ട JDU-വിന്റെ ഗവൺമെന്റിനോടുള്ള അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാവാം. അതുമല്ലെങ്കിൽ മോഡി RSS ഇല്ല ഇന്നത്തെ ഭരണകൂടം ഈ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി എന്തെങ്കിലും തിരുമറി നടത്തി. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ SIR ഇതിന്റെ കാര്യത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിർത്തിക്കൊണ്ട് ഇതെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി എന്താണെന്ന് അറിയാൻ. പക്ഷെ അത് ഞാൻ പോയിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പെന്ന് പോലും പറയാൻ എനിക്ക് ഭയമാണ്. കാരണം കേന്ദ്ര ഏജൻസികളും സേനയുമാണ് അവിടെ നിൽക്കുന്നത്. 2, അതിൻ്റെ ഇലക്ടറൽ ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവരെല്ലാം ഗുജറാത്ത്, ഉത്തർപ്രദേശിൽ നിന്ന് വളരെ RS അനുഭാവികളെയാണ് അവിടെ ഒബ്സർവർമാരായിട്ടും പ്രിസൈഡിംഗ് ഓഫീസർമാരായിട്ടും ഇത്തവണ നിയമിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇലക്ടറൽ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കാര്യത്തെക്കുറിച്ച് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ്, കഴിഞ്ഞതാണ്.
പിന്നീട് ഇത്തരത്തിലുള്ള സകല പ്രതികൂല സാഹചര്യങ്ങളും അവിടെയുണ്ട്. ഉണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പ് വെറും പ്രഹസനമാണോ എന്ന് നമുക്ക് സംശയം സംശയം. തോന്നും. എന്നാൽ നമുക്ക് അതുകൊണ്ട് പങ്കെടുക്കാതിരിക്കുന്നതിലും അർത്ഥമില്ല. കാരണം നമുക്ക് മറ്റൊരു സായുധ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇപ്പൊ ബസ്തറിലൊക്കെ നടന്നിരിക്കുന്ന കൂട്ടക്കൊലയ്ക്ക്, നക്സലൈറ്റുകൾ എന്നുള്ള പേരിൽ ആദിവാസികളെയും മറ്റും കൂട്ടക്കൊലയ്ക്കുണ്ടായിട്ടും ഒരു ഈച്ച പോലും ചലിക്കുന്നില്ല. പച്ചയ്ക്ക് ദളിത് വിരുദ്ധതയും ആദിവാസി വിരുദ്ധതയും ഒക്കെ പറഞ്ഞു, സ്ത്രീ വിരുദ്ധതയും പോലും ഈ 10 വർഷമായി ഒരു ചെറിയ ഇല പോലും അനങ്ങുന്നില്ല. അതിന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയം, ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെന്ന് പങ്കെടുത്തതിൻ്റെ ഒരു ഉദ്ദേശം, എൻ്റെ ചോദ്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയോടും സഖാവ് പിണറായിയോടും എം.എ. ബേബിയോടും ബിനോയ് വിശ്വത്തിനോടും ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്നവരോടും കോൺഗ്രസ്സുകാരോടും സോഷ്യലിസ്റ്റുകാരോടും ഒക്കെയാണ്. നിങ്ങളുടെ നേതൃത്വമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ സംരക്ഷണവും ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെയും ദലിതരുടെയും സ്ത്രീകളുടെയും സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വത്തെ നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ? RSSനെ സമർത്ഥമായി രാഷ്ട്രീയമായും തെരഞ്ഞെടുപ്പിലും ചെറുക്കാൻ നിങ്ങളുടെ മുൻകൈയുണ്ട്. എനിക്കിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുൻകൈ വളരെ പ്രശംസനീയമാണ്. വളരെ അദ്ദേഹത്തിന് വെറും അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുൻകൈയിനെയും ഊർജ്ജസ്വലതയെയും അതിന് കൊടുക്കുന്ന ദിശാബോധത്തെയും നിങ്ങൾക്ക് അത് ഇടതുപക്ഷം കൊടുത്തിരുന്നെങ്കിൽ സന്തോഷമായേനെ. പക്ഷെ ആദ്യഘട്ടത്തിൽ പപ്പു എന്നൊക്കെ കൈയടിക്കുന്നുണ്ട്. ഇപ്പോഴുമുണ്ട് കേരളത്തിൽ. രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തിയാൽ മാത്രമേ കേരളത്തിൽ CPM-ന് വിജയമുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യം അതല്ല എന്ന് സഖാക്കൾക്ക് ഞാൻ CPM, CPI എല്ലാ ഇടതുപക്ഷ ഫോർമേഷൻസിൽപ്പെട്ടവരുമായിട്ട് സംസാരിക്കേണ്ടായി. ഞാൻ ചെല്ലുമ്പോൾ വൃന്ദാക്കാരട്ടുണ്ടായിരുന്നു. അപ്പോൾ സഖാവുമായിട്ട് സംസാരിക്കേണ്ടായി. അത് വളരെ എന്താ പറയുക, ഒരു കുണ്ട് കിണറ്റിലെ തവളയുടെ രാഷ്ട്രീയ സ്വഭാവമാണ്. അത് ലോകത്ത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി യാതൊരു ബോധ്യവുമില്ല. പക്ഷേ നമ്മുടെ വിപത്ത് ദേശീയ വിപത്താണ്. ആ സാർവദേശീയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ്, യൂറോപ്പില് എല്ലാ സ്ഥലത്തും ഏകാധിപതികൾ, ചൈനയിലും ഏക കക്ഷി ഭരണമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു റഷ്യയിലെ പുടിൻ, അദ്ദേഹം മരണം വരെ പ്രസിഡന്റായി തുടരാനുള്ള ഇതിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ ജനാധിപത്യ പുരോഗമന മൂല്യങ്ങൾ ഇന്ത്യയിൽ മാത്രം നിലനിർത്തുക വളരെ വിഷമകരമായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചരിത്രപരമായി വലിയ തിരിച്ചടിയുടെ ഘട്ടത്തിൽ നമ്മളൊരു ചെറുത്തുനിൽപ്പ് എന്നുള്ള മട്ടിലാണ് ഞാൻ കാണുന്നത്. അമിത പ്രതീക്ഷയുമില്ല. ഈ പറയുന്നത് പോലെ അത് ചെയ്യുക, അതിന് നമ്മുടെ മനസ്സാക്ഷിയെ അതിനു വേണ്ടി ഉണർത്തുക, പറയാനുള്ളത് പറയുക. റോസലക്സ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ പറച്ചിലും ഒരു വിപ്ലവം, പറയലും തുറന്നു പറയലും ഒരു വിപ്ലവമാണ്. പിന്നെ ഏറ്റവും വിശാലമായി യോജിക്കാവുന്ന പഴയ ചരിത്രവും പഴയ തെറ്റുകുറ്റങ്ങളും പരസ്പരം പറഞ്ഞിരിക്കാതെ നമ്മളുടെ മൗലിക അവകാശത്തിന് വേണ്ടി, സംസാരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ഒരുമിച്ച് കൂടാനുള്ള അവകാശം, സംഘടിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ അനുഭവിച്ചു പോകുന്ന ജനാധിപത്യം, ഇടയ്ക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി നിഷേധിച്ച നമ്മൾ ഇതുവരെ അറിയുന്ന ജനാധിപത്യം ഉണ്ടല്ലോ, ആ ജനാധിപത്യത്തെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു നിമിഷം നമ്മളുടെ പൗരത്വബോധം, ജനാധിപത്യ ബോധം, ഭരണഘടനാ മൂല്യങ്ങൾ ഇതെല്ലാം നമ്മളിന്ന് ആവശ്യപ്പെടുന്നു. അത് നമ്മളുടെ കുടുംബത്തിൻ്റെയും നമ്മളുടെ വ്യക്തിപരമായ സുരക്ഷതയുടെയും പേരിൽ, ഭയത്തിൻ്റെ പേരിൽ മിണ്ടാതിരുന്നാൽ നാളെ നമ്മളും ശബ്ദമില്ലാത്തവരാവും, തടവറയിലുമാക്കാം. അതാണ് എനിക്ക് സംശയം. ഇതാണ് വളരെ കൃത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, 75 വയസ്സായി പ്രൊഫസർ KP ശങ്കരൻ 78 വയസ്സായി. അപ്പോൾ അത്തരത്തിലുള്ള ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു റിപ്പബ്ലിക്കൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് അതിൻ്റെ സുഖ സൗകര്യങ്ങളും അധികാര സുഖങ്ങളും ഒക്കെ ഇപ്പം എനിക്ക് അങ്ങനെ പറയാമല്ലോ, ഒരു എഡിറ്ററൊക്കെ ആയി അറിയപ്പെടുന്ന ഒരാളെ, അങ്ങനെ ഒരുപാട് പ്രിവിലേജിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല, സവർണനാണ് ഞാൻ, അതിൻ്റെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. അത് ശങ്കരനും അത്. അപ്പൊ അങ്ങനെയുള്ള ഈ അധികാര ഈ ഘടനയിലെ ഇങ്ങനെ സൗജന്യങ്ങൾ അനുഭവിച്ച് സ്വാതന്ത്ര്യം ആപിച്ച വ്യക്തികൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ആകുലപ്പെടണം. ഇന്ന് വേണ്ടത് അസ്വസ്ഥതയാണ്. ഈ അസ്വസ്ഥത ഇല്ലെങ്കിൽ രാഷ്ട്രീയമില്ല.
തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ശബ്ദം ഉയർത്തുന്നത് പോലും ഒരു വിപ്ലവമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ സാറിന് അവിടെ ബീഹാറിലെത്താനും ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാനും കഴിഞ്ഞത്, ഇത് കേൾക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യം, നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ ഭാഗ്യമായി നിങ്ങളുടെ കരുതുന്നു. പത്രപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വമാണ്. പയ്യന്നൂരിന് പോലെ ഒരു സ്ഥലത്ത് ഞാൻ വന്നു എന്നുള്ളതും അതിന് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വന്നു എന്നുള്ളതും ആ വാർത്ത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ചുമതല ദൗത്യമാണ്. ചെയ്തതിന് ഞാൻ നിങ്ങളുടെ ചാനലിനെ അഭിനന്ദിക്കുന്നു. Thank you. വളരെ എല്ലാ വിജയങ്ങളും നേരുന്നു. ഈ സ്വാതന്ത്ര്യബോധവും നിർഭയമായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിനും വർഷയ്ക്കും കൂട്ടർക്കും കഴിയട്ടെ. അത് വളരെ സന്തോഷമാണ്. നന്ദി.